You are not a Malayali? No. But you are my subscriber. Arey yaar. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച രാവിലെ 7:30 ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ADOBE മോട്ടോർ സൈക്കിളിൻ്റെ ഉള്ളിലാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാംഗ്ലൂരിലെ മലയാളികളുടെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വ്ളോഗ് നിർത്തിയത്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നും കോലാപ്പൂരേക്കാണ് കേട്ടോ. അപ്പം ശരിക്കും ഇന്നത്തെ റൈഡ് 600 കിലോമീറ്ററിന് മുകളിൽ റൈഡ് ചെയ്യണ്ട. അപ്പോൾ എവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ 2 സ്റ്റോപ്പേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിർത്തിയിട്ടുള്ള കാഴ്ചകളും അധികം ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. കാരണം 600 കിലോമീറ്റർ എനിക്ക് യാത്രയ്ക്ക് മുമ്പോട്ട് എത്തണം. ഇന്നലെ തന്നെ ആകെ 3-3.5 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. കാരണം വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ തലേന്നത്തെ വീഡിയോയിൽ 2-3 സ്ഥലങ്ങളിൽ മ്യൂസിക് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടത്. പിന്നെ ഒരു വഴിയില്ല, എല്ലാവർക്കും ക്ഷമിക്കണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം അമിന റെഡിയല്ലേ? അമിന റെഡിയാണ്, ഞാൻ റെഡിയാണ്. വിടാം നമുക്ക് നേരെ കോലാപ്പൂരേക്ക്. ഈ 2 പാനിയേഴ്സിൽ നിറച്ചും TVSകാരുടെ പാർട്സ് ഉണ്ട് കേട്ടോ. അവർ ശരിക്കും ഒരു 10,000-40,000 രൂപയുടെ അടുത്ത് അക്സറീസ് തന്നിട്ടുണ്ട്. എല്ലാം ആവശ്യമില്ല, എല്ലാം അവർ 2-3. ഞാൻ 2 ചോദിച്ചെടുത്ത് അവർ 4 തന്നിട്ടുണ്ട്. വാരിക്കോര് തന്നിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പാനിയേഴ്സിൽ നിറച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻ കേസ് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഗൾഫിലെല്ലാം ഉണ്ടാവും 2 മാസം. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നില്ല, അവരുടെ കൊടുത്തിട്ടാൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാനിയേഴ്സിൽ സാധനങ്ങൾ നിറച്ചുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി ബാലൻസിങ് ചെറിയ കുഴപ്പമാണ്. കാരണം വെയിറ്റ് ആകെ ഒരു 5-8 കിലോനെ കൂടിയിട്ടുള്ളൂ. പക്ഷേ 8 കിലോനും കൂടുന്നത് 2 സൈഡിലായിട്ടാണ്. അവർ മാക്സിമം തൂക്കിയിട്ടാണ് വെച്ചത്. എന്നാലും ചെറിയൊരു ഇപ്പം നമ്മുടെ ഹാൻഡ് ബാറൊക്കെ വിടുമ്പോൾ കണ്ടി വണ്ടി ഇപ്പോൾ കുറച്ച് ഇടത്തോട്ടൊക്കെ പോകണം. മീൻസ് അടുത്ത സൈഡാണ് വെയിറ്റ് ഉള്ളത്. അത് കുറച്ച് ഓടിച്ച് ലെവലായിക്കോളും. പിന്നെ ഈ കാലിൻ്റെ ഇത് മുമ്പോട്ടാക്കിക്കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഒഴിവായി കിട്ടി. കാല് തട്ടുന്നില്ല. അപ്പോൾ ഐ ആം സോ ഹാപ്പി. സോ നമ്മളങ്ങനെ തുംകൂർ റോഡ് കയറി നമ്മളങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്. ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഇരുട്ടിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഏകദേശം 450 കിലോമീറ്റർ ഓടി. നിലവിൽ 400 കിലോമീറ്റർ മേലെ ഓടി, 450 അടുത്ത് ഓടി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 50-100 കിലോമീറ്റർ ഓടി. അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ ഒരു കട്ടയുണ്ട്, എന്നാലും ഫുൾ അടിക്കുന്ന കേട്ടോ. 2 വണ്ടിക്കും അപ്പാച്ച് തന്നെയാണ്. 2 വണ്ടിക്കും ഒരേപോലെ മൈലേജ് ഉണ്ട്. ഇനി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടൊന്ന് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എവിടെയും നിർത്തുന്നില്ല. അതാണ് ഞാൻ അധികം വീഡിയോസ് എടുക്കാത്തത്. അപ്പം 10-25 കിലോമീറ്ററിന് മേലെ ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുന്നത്. അങ്ങനെ ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അവള് വെജാട്ടോ. അപ്പോൾ അവൾക്ക് വെജേ കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ദോശയും അതുപോലെ വേറൊന്നും ഇല്ല കേട്ടോ. ദോശ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. കാരണം ഇവിടെ കഥയുള്ളൂ. ശരിക്കും ദോശ കഴിക്കാൻ പാടില്ല കേട്ടോ രാവിലെ തന്നെ. രാവിലെ തന്നെ നല്ലോണം ദാഹിക്കും. പക്ഷെ ഇവിടെ ആകെ ഇഡ്ഡലി, ദോശ, പൂരി, പത്തിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഇത് കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് വെജാണ്. അതാണ് ഒരു കുഴപ്പം. അപ്പം ഫുഡ് കഴിച്ചു. 600 കിലോമീറ്റർ ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട്. മാക്സിമം ചവിട്ടി പിടിച്ചിട്ട് ഇനിയിപ്പം അടുത്തൊരു 200 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എടുക്കില്ല. കാരണം സ്റ്റോപ്പ് എടുത്ത് ശരിയാവില്ല. അതാണ് ഇനി വെള്ളം കുടിക്കാനോ മറ്റുണ്ടെങ്കിൽ മാത്രമേ സ്റ്റോപ്പ് എടുക്കും. അപ്പം ഞങ്ങൾ 2 പേർ റെഡിയാണ്. ഒരു 200 കിലോമീറ്ററാണ് നോക്കുന്നത്. റെഡി.
റോഡ് നല്ലതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ചറ പറ ടോൾ പോകുന്നുണ്ട്. ഇപ്പം ബൈക്കിന് വിഷയമല്ല, ഫ്രീ ആയിട്ട് പോകും. ഞാൻ ആ ഒരു കേരള ടു കാശ്മീർ യാത്രയിൽ ഒരുപാട് ടോൾ ബൂത്തിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിൽ ഞാൻ അധികം കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ടോൾ ബൂത്തുകളുണ്ട്. കാറിന് ഇങ്ങനെ കൊടുത്ത് പോകണം. ബൈക്കാകുമ്പം ഒന്നും കൊടുക്കണ്ട, കൈ ടാറ്റ ചേട്ടാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, അങ്ങനെ പോയിട്ടുള്ളൂ. ഫസ്റ്റ് എസ്കേപ്പ് കേട്ടോ. ചങ്ങാതി സഡൻലി പശുവിനെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. ഞാനൊരു 100-110 സ്പീഡിലുള്ള ഇവിടുന്ന് ഇത്ര ദൂരം ചവിട്ടി കിട്ടി. ABS എല്ലാം കൂടി. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വിവരമില്ല, എന്ത് ചെയ്യാനാ. നമ്മളിപ്പം ശരിക്കും ചിത്രദുർഗമൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 200 കിലോമീറ്റർ പാസ് ചെയ്തുള്ളൂ. സമയം 12:45. നല്ല റോഡായതുകൊണ്ട് ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 200 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റി. അതാണ് അതിൻ്റെ സത്യം. നല്ല അടിപൊളി റോഡാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 380 കിലോമീറ്റർ ഇനി ഉണ്ട് കോലാപ്പൂരേക്ക്. ഹോപ്പ്ഫുള്ളി നമുക്കൊരു 5 മണിക്കുള്ളിൽ എന്തായാലും എത്താൻ പറ്റും. ചോദിക്കുക വേഗം എത്തണം, കാരണം എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല, ഇന്നെങ്കിലും ഉറങ്ങണമെന്നുണ്ട്. അടിപൊളി, എന്താ പറയുക, നല്ല ഫീലിംഗ് സോ ഗുഡ്. നമ്മളിപ്പം ഹുബ്ലി എത്തി. സമയം 2:45. ഹുബ്ലി ഇവിടെ ഉള്ളത് എന്താ പറയുക, ഇവിടുന്ന് ഇനി കോലാപ്പൂരൊക്കെ 100 സംതിങ് കേട്ടോ. നല്ല വരുത്താൻ വന്നില്ല, നല്ല സ്പീഡിലാണ് വന്നത്. കാരണം നല്ല റോഡും കാലി റോഡും നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരു 5 മണിയാകുമ്പോൾ കൂടെ എത്തിയാൽ മതി. വേദന എന്ന് പറയാം, എനിക്ക് ഷോൾഡർ വേദന നല്ലോണം വരുന്നുണ്ട്. കാരണം ഈ വാട്ടർ പാക്കില്ലേ, 3 ലിറ്റർ കപ്പാസിറ്റി സാധനമുണ്ട് പുറത്ത്. വെള്ളം കുടിച്ച് തീരണ്ടേ, കുടിച്ച് തീർന്നാൽ മാത്രമല്ല അതിൻ്റെ വെയിറ്റ് പോകും. അപ്പം അങ്ങനെ ഒരു പെയിൻ എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബാക്കിയൊക്കെ ഹാപ്പി. ഇതാണ് എൻ്റെ വെള്ളം കുടിക്കുന്ന സാധനം. അപ്പം വിടാം നേരെ കോലാപ്പൂർ. യു ആർ നോട്ട് എ മലയാളി, ബട്ട് യു ആർ മൈ സബ്സ്ക്രൈബർ. അറേ യാർ, ഞാനൊരു ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. നൗ ഡേയ്സ് ഐ എം ആഡിങ് ദ subtitles so you guys can understand in English also. From even today evening 5 o'clock there is my first video with Junaid and Zuhaib and Noor, and there also I am adding the subtitles. All the best. Thank you bro, thank you for stopping me. No, okay, yeah, no issues bro. മലയാളി അല്ല ഇദ്ദേഹം, ഹൂബ്ലിയിൽ നിന്നാണ്. എന്നെ ഫോളോ ചെയ്ത് പിടിച്ചതാണ്. അപ്പം മലയാളികളല്ലാത്തവരും നമ്മുടെ ചങ്കുകൾ കേട്ടോ. Thank you so much bro, thank you so much for your love. All the best. See you, thank you. Okay. ഭയങ്കര സന്തോഷം കേട്ടോ. ഇദ്ദേഹം എന്നെ ഓവർടേക്ക് ചെയ്ത് ഫുള്ള് കൈനെ കൊണ്ടും കാലിനെ കൊണ്ടൊക്കെ കാണിക്കുന്നു. അങ്ങനെയാണ് ഞാൻ നിർത്തിക്കൊടുത്തത്. സോ നമ്മളിപ്പം കോലാപ്പൂർ എത്തി. കോലാപ്പൂർ ഇവിടെ ഒരു ദാവയുടെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ കോലാപ്പൂരിലെ ആൾക്കാരാണ്. പിന്നെ ഇവരൊക്കെ എന്നെ ഇവിടെ എന്താ പറയുക വെൽക്കം ചെയ്യാൻ വന്നതാണ്. ഇവരല്ല, ഇനിയും ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇത്ര ആൾക്കാരുള്ളൂ. ഇവരെ ഒരു 50 കിലോമീറ്റർ ഇപ്പുറം എൻ്റെ ഐഡിയ ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. ഒരു മറ്റേ XCS 500 ഉണ്ട് നമ്മളിതിൻ്റെ 500 സോറി. ഇതൊരു കവാസാക്കി നിഞ്ച അല്ല 310 ഇതൊക്കെ കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും കോലാപ്പൂരേക്ക് വിടും. ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കോലാപ്പൂരെത്തി. വല്ലാത്തൊരു പേരാട്ടോ, ചിക്കൻ കോലാപ്പൂരി മട്ടൻ കോലാപ്പൂരി എന്നല്ല കേട്ടിട്ടുണ്ടാവും. അതേ കോലാപ്പൂർ തന്നെയുള്ളത്. ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് എന്താ പറയുക വെൽക്കം ചെയ്യണമെന്ന്. ഹായ് സാർ, ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. എല്ലാവരും ഇവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹായ് 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 ഹായ്. ഇദ്ദേഹത്തെ നമ്മൾ ഓൾറെഡി നമ്മുടെ K2K വീഡിയോയിൽ കണ്ടതാണ്.
That time. This is the second day. This is the second time we are meeting. നമ്മുടെ ഗായത്രി ഇവിടെ ഉണ്ട്. അപ്പം ഇനിയൊന്നും പരിപാടി ഞാൻ റൂമിലേക്ക് പോകണം. റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഒന്ന് കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ കേട്ടോ. റൂമിലെത്തി നടുവെല്ലാം പൊട്ടി പണ്ടാനിറങ്ങിയിട്ടുള്ളത്. അപ്പം വന്ന് ഞാനിവിടെ എന്താ പറയുക വീഡിയോയിൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുക വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം സമയം ഇപ്പം 9 മണി 9:15 12 കൊണ്ട് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് റെൻഡറിങ് ഇട്ടിട്ട് വേണം കിടന്നുറങ്ങണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പെടും. പിന്നെ അതുപോലെ ഈ റൂമിന് ഇപ്പോൾ ഞാൻ കൊടുത്ത് 1000 രൂപ റെൻറ്റ് കിട്ടും. കുഴപ്പമില്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സുഖം തന്നെ. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ 760 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്തു. 760 കിലോമീറ്റർ, അതും ചില സ്ഥലങ്ങളിൽ 200 കിലോമീറ്റർ നിർത്താണ്ട് ഓടിച്ചു. വണ്ടി ഭയങ്കര ഓക്കെ കേട്ടോ, പ്രശ്നമൊന്നുമില്ല, നല്ല കണ്ടീഷനായിട്ട് ഓടുന്നുണ്ട്. അപ്പം വേറെ ഒന്നും പറയല്ല, നാളത്തെ എപ്പിസോഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ കാരണം നാളെ മുംബൈയിലേക്കാണ് പോകുന്നത്. മുംബൈ പോയിട്ട് മറ്റന്നാൾ 1-ാം തീയതി അവിടെ ഒരു മീറ്റപ്പ് കഴിഞ്ഞാൽ 2-ാം തീയതി വണ്ടി പിന്നെ നമ്മൾ മസ്കറ്റിലേക്ക് കയറ്റി വിടും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസത്തേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യണം അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, വേറെ ഒന്നും പറയാനല്ല, നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.